പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇത് കീമോയുടെ മെഡിസിൻ അല്ല. കീമോ മെഡിസിൻ കയറ്റുന്നതിന് മുമ്പ് നമുക്ക് അലർജിയൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീ മെഡിക്കേഷനാണ്. നാലാമത്തെ കീമോ ഫസ്റ്റ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ 3 തവണയും അരമണിക്കൂറായിരുന്നു ഓരോ ബോട്ടിൽ തീരാൻ വേണ്ടിയിട്ട്. ഞാൻ സിസ്റ്ററോട് ചോദിച്ചപ്പം ഇത് 1.5 മണിക്കൂർ എടുക്കുന്നു. ഇത് കുറച്ച് ഹെവി മെഡിസിനാണ്. ഇപ്പം കുറച്ചും കൂടി സ്ലോ ആയിട്ട് ബോഡിയിലേക്ക് കയറാൻ പറ്റും. നമ്മൾ ഏറ്റവും കംഫർട്ട് ആക്കിയിട്ടാണ് നമുക്കിത് കിടക്കണമെങ്കിൽ ഇത് കിടക്കാം. ഇനി ബെഡ് ചൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പെയിൻഫുൾ അല്ല. ഞാൻ അത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഭയന്ന് പോകരുത്. നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ കീമോ എന്ന് കേൾക്കുമ്പോൾ ഇതുപോലെ പഠിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കീമോയ്ക്ക് തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ ആരും പേടിക്കേണ്ടത്. ഇടയ്ക്ക് ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയി വന്നപ്പോൾ എനിക്കിടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാം, ഫുഡ് കഴിക്കാം. കുറച്ച് ടയർഡായപ്പം ഞാൻ അതിനിടയ്ക്ക് കുറച്ച് റാഗി, നമ്മുടെ മുട്ടാറി നല്ലതാണ്, അത് കാഴ്ച കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു. പേരയ്ക്ക കഴിച്ചു. ഒരു ജ്യൂസ് കഴിക്കാൻ പോകാം. അൾട്രാസെറ്റ് പെയിൻ ഉണ്ടെങ്കിൽ കഴിക്കുക. ഡോളോ ആവശ്യമുണ്ടെങ്കിൽ ജെർബിസ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് 2 എണ്ണം വെച്ച് വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലോപ്രമൈഡ് ലൂസ് സ്റ്റൂൾ ഉണ്ടെങ്കിൽ കഴിക്കാം. ഇപ്പോൾ കീമോയുടെ മെഡിസിൻ കംപ്ലീറ്റ് തീർന്നു. 3.5 മണിക്കൂർ കൊണ്ടാണ് മെഡിസിൻ കംപ്ലീറ്റ് ബോഡിയിൽ കയറി കഴിച്ചത്. ഇത് ഫ്ലഷാണ്, വെയിനൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ കീമോ പ്രോസസ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും. കീമോയുടെ പ്രോസസ്സ് എന്താണ് കീമോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആവശ്യമില്ലാത്തൊരു അതിഥി നമ്മുടെ ബോഡിയിലേക്ക് വന്നതാണ്. അതിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങളും ക്ഷീണമൊക്കെ ഉണ്ടാവും. പിന്നെ കീമോയുടെ ആഫ്റ്റർ എഫക്റ്റിനുള്ള എല്ലാ മെഡിസിനും നമുക്ക് അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആരും കീമോ എന്താണെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പെയിൻഫുള്ളല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം 3ാമത്തെ കീമോ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബോഡിയിൽ സർജറി ചെയ്തെടുക്കുന്ന കുറച്ച് ഡിസ്ചാർജൊക്കെ വന്നു. പക്ഷെ ഞാനെന്താണെന്നറിയാൻ വിചാരിക്കുന്നത്, അത് ബോഡി അത് തള്ളേണ്ടത് പുറന്തള്ളുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് പറയും, അപ്പോൾ മനസ്സേ നിൻ്റെ ചിന്തകൾ, നിൻ്റെ നെഗറ്റീവ് ചിന്തകൾ നീ പുറന്തള്ളുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓരോ ദിവസവും കഴിയുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ആകുകയാണെന്ന് ഞാൻ എന്നോട് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. താങ്ക് യു.